യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. ഉറപ്പാ, ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. ഈ വാക്യം തന്നെ 20-ാം സങ്കീർത്തനത്തിന്റെ 4-ാമത്തെ വാക്യത്തിലും അതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ. 37-ാം സങ്കീർത്തനത്തിൽ വായിച്ചത് ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. 20-ാം സങ്കീർത്തനത്തിൽ വായിച്ചത് അത് നൽകട്ടെ. 37-ൽ വായിച്ചത് തരും, ഹൃദയത്തിലെ ആഗ്രഹം തരും. 20-ന്റെ 4 വായിക്കുന്നത് നൽകട്ടെ. അപ്പൊ ഇവർ 2 സ്ഥലത്തും നൽകട്ടെ തരുമെന്നാ പറഞ്ഞ്. എന്നാൽ 21-ന്റെ 2 വായിക്കുന്നത് നൽകിയെന്നാ. നൽകി എങ്ങനുണ്ട്? ഒരു ഭാഗത്ത് നിന്ന് നൽകട്ടെ, വേറൊരു ഭാഗത്ത് പറഞ്ഞു തരും. 21-ന്റെ 2 പറഞ്ഞു നൽകി. നമുക്ക് ആശ്വാസവും ധൈര്യവും ഒക്കെ തരുന്നത് ദൈവവചനമാണ്. ദൈവവചനമാണ് നമുക്ക് ആശ്വാസവും ധൈര്യവും. അതുകൊണ്ടാണ് വേർപെട്ട ദൈവമക്കൾ ഈ വചനത്തിന് പ്രാധാന്യം കൊടുക്കുന്നത്. മറ്റേ സഭക്കാരും മറ്റേ ആൾക്കാരും എല്ലാം പറയും ഇവർക്ക് അങ്ങ് പ്രസംഗമാ. അത് ഈ തിരുവചനത്തിൽ നിന്നാ പ്രസംഗിക്കുന്നത്. അതെന്തിനാന്ന് ചോദിച്ചാൽ ധൈര്യം ഉണ്ടാകാൻ, നമ്മളെ ഉറപ്പിക്കുന്നതും നിലനിർത്തുന്നതും നമ്മളെ പണിതെടുക്കുന്നതും നാം നിൽക്കുന്നതല്ല, ഈ ദൈവവചനം നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ്. സ്തോത്രം. അതകത്തുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമാണ്. സ്തോത്രം. പ്രതിസന്ധിയുടെ നടുവിൽ, പ്രശ്നങ്ങളുടെ നടുവിൽ നമ്മെ ധൈര്യപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. കർത്തദാസന്മാരെല്ലാം പറയുന്ന കാര്യം ഞാനൊന്നുകൂടെ അങ്ങ് ആവർത്തിക്കുക. ചിലര് പറയാറുണ്ട് മരണവീടുകളിൽ ചെന്നിട്ട് എന്തോ പറഞ്ഞ് ആശ്വസിപ്പിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെയുള്ളവരങ്ങോട്ട് പോകാതിരിക്കുന്നതാ നല്ലത്. എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല, അവരും മൈക്കിൻ്റെ മുന്നിൽ പോയി നിൽക്കാതിരിക്കുന്നതാ നല്ലത്. സ്തോത്രം. പൗലോസ് പറഞ്ഞിരിക്കുന്നത് ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവീൻ. അപ്പം നമുക്ക് ആശ്വാസവും ധൈര്യവും നൽകുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ആ തിരുവചനത്തിൽ നിന്ന് ഇന്ന് കേട്ടത് ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് തരും. 20-ൽ വായിച്ചത് നൽകട്ടെ, 21 പറയുക അത് നൽകി. ഈ ദൈവവചന പ്രകാരമുള്ള നല്ല ആഗ്രഹങ്ങൾ ദൈവം നിറവേറ്റും. യാക്കോബ് ഒരു പരാമർശം തന്നിട്ടുണ്ട്, ഭോഗങ്ങൾക്ക് ചെലവിടേണ്ടതിന് വല്ലാതെ കണ്ട് അതൊന്നും കിട്ടുകയില്ല. എന്നാൽ തിരുവചനത്തിൻ്റെ അവസ്ഥ പ്രകാരം നല്ല ആഗ്രഹങ്ങൾ നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ദൈവം അത് നിറവേറ്റത്തരും. നിർമ്മല ഹൃദയന്മാർക്കൻ ദൈവം ആദാൽ നല്ലവനതിനില്ലൊരു വാദം. എന്നാൽ ദുർമതികൾ സുഖികളായി മേവുമതിലിടറിയൽ ഉള്ളം തിര തുല്യം. എന്നാൽ ദുർമതികൾ സുഖികളായി മേവുമതിലിടറിയൽ ഉള്ളം തിര തുല്യം. ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവനാകുന്നു നിശ്ചയം. അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരുടെ ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങളെ ദൈവം നിറവേറ്റും. ഞാൻ ദീർഘമാക്കുന്നില്ല. ഇന്ന് ഒരു ചെറിയ ചിന്ത. ഹൃദയത്തിലെ ആഗ്രഹം നിറവേറപ്പെട്ട ചിലർ ഈ വേറെ പുസ്തകത്തിലുണ്ട്.
എന്നാൽ ഹൃദയത്തിലെ ആഗ്രഹം നിറവേറാതെ പോയവരും ഈ പുസ്തകത്തിലുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങൾ കമ്പിവാചകം പോലെ നമുക്ക് ചിന്തിച്ചങ്ങ് ഇന്ന് പകലത്തെ യോഗം നിർത്താം. നാളെ പകലും വൈകിട്ടും എല്ലാം സ്പെഷ്യൽ മീറ്റിംഗ് ഉണ്ടല്ലോ. നാളെ ഏതെങ്കിലും ഒരു നേരം ഇച്ചിരിയേറെ നേരം പ്രസംഗിക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. സ്തോത്രം. ഏറെ നേരം, പകലോ വൈകിട്ടോ എപ്പോഴേലും, ദൈവത്തിൻ്റെ മഹത്വം. അപ്പം അതുകൊണ്ട് ഇന്ന് അല്പം ചുരുക്കമായിട്ട് നമുക്ക് ചിന്തിക്കാം. ഹൃദയത്തിലെ ആഗ്രഹം നിറവേറിയവരും ഹൃദയത്തിലെ ആഗ്രഹം നിറവേറാതെ പോയവരും. നമുക്കറിയാം, ഹൃദയത്തിലെ ആഗ്രഹം നിറവേറിയ ഒരാളായിരുന്നു ഹാനോക്ക്. തൻ്റെ ഹൃദയത്തിലെ ആഗ്രഹമായിരുന്നു ദൈവത്തോടു കൂടെ നടക്കണം. ദൈവത്തോടു കൂടെ നടക്കണം. നിങ്ങൾക്ക് അറിവുള്ള വാക്യമാ, ഒന്ന് വായിച്ചോ. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 21 മുതൽ വായിച്ചേ. ഹാനോക്കിന് 65 വയസ്സായപ്പോൾ മഥൂശലേഖിനെ ജനിപ്പിച്ചു. മഥൂശലേഖിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോട് കൂടെ നടക്കുകയും 300 സംവത്സരം ദൈവത്തോട് കൂടെ നടക്കുകയും. അപ്പൊ തന്റെ ആഗ്രഹം ദൈവത്തോട് കൂടെ നടക്കണം. അതായിരുന്നു ആഗ്രഹം. നല്ല ആഗ്രഹമാണ്. നമ്മളൊരു ദിവസത്തെ 24 മണിക്കൂറിൽ 1-2 മണിക്കൂറേ ഉള്ളൂ ദൈവത്തോട് കൂടെ. ഞാൻ എന്നെ പ്രതിയാക്കാം, നിങ്ങളെ ഒന്നും പറയത്തില്ല. ഞാൻ എന്നെ പ്രതിയാക്കുക. നിങ്ങളുടെ നോട്ട് വരുമ്പം കണ്ടിട്ട് അപ്പം ഞാൻ എന്നെ അങ്ങ് പ്രതിയാക്കിയേക്കാം. സ്തോത്രം. ഇല്ലേ, പണ്ട് പള്ളത്തെ അമ്മ പറഞ്ഞ പോലെ ഞാൻ തന്നെ അങ്ങ് ഏറ്റെടുക്കുക. അപ്പൊ ഹാനോക്കിന്റെ ആഗ്രഹം, എനിക്ക് ദൈവത്തോട് കൂടെ നടക്കണം. മഥൂശലേഖ് ജനിച്ചതിന് ശേഷമാണ്. തൻ്റെ 65-ാമത്തെ വയസ്സിൽ മഥൂശലേഖ് ജനിച്ചു. ആ വാക്കിന് ഒരർത്ഥം പറഞ്ഞിരിക്കുന്നത് ഇവന്റെ കാലത്തിനു ശേഷം അത് സംഭവിക്കുമെന്ന എന്ന് പറഞ്ഞാൽ, മഥൂശലേഖ് ജനിച്ചപ്പോൾ ഹാനോക്ക് വെളിപ്പാട് കണ്ടെന്ന എന്ന് പറഞ്ഞാൽ, ഹാനോക്ക് കണ്ട വെളിപ്പാടിൽ ഒന്ന്, ഒരു വലിയ ജലപ്രളയം വരാൻ പോകാനിരിക്കുന്നു. ജലപ്രളയം വരുന്നു. ഭീകരമായ ഭയാനകമായ ഒരു വെള്ളപ്പൊക്കം വരും. ഇത് ഹാനോക്ക് ആത്മാവിൽ കണ്ടു. സ്തോത്രം. വെള്ളപ്പൊക്കം. അന്ന് വരെ വെള്ളപ്പൊക്കം എങ്ങനെയാന്ന് ഒരു മനുഷ്യരും ഭൂമിയിൽ അറിഞ്ഞിട്ടില്ല. മഴയില്ലല്ലോ, പിന്നല്ലേ വെള്ളപ്പൊക്കം. ഭൂമി നനയുന്നത് മഞ്ഞുകൊണ്ടാണ്. വെള്ളപ്പൊക്കം എങ്ങനെയാണോ, ഇതേത് വിധമാണെന്ന് ആർക്കും അറിയത്തില്ല. പക്ഷെ ആ സന്ദർഭത്തിൽ, ആ കാലയളവിൽ ഹാനോക്ക് കണ്ടു വെള്ളപ്പൊക്കം വരുന്നത്. അപ്പോഴാണ് തനിക്ക് ഈ മഥൂശലേഖ് ജനിക്കുന്നത് 65-ാമത്തെ വയസ്സ്. അപ്പോൾ ഹാനോക്ക് അവന് പേരിട്ടു മഥൂശലേഖ് എന്ന് പറഞ്ഞാൽ, ഇവന്റെ കാലത്തിന് ശേഷമായിരിക്കും അത് സംഭവിക്കുന്ന വെള്ളപ്പൊക്കം വരുന്നത്. നിങ്ങൾ ആ പുസ്തകം ഒന്ന് വായിച്ചാൽ അതിൻ്റെ കണക്ക് മനസ്സിലാകും. മഥൂശലേഖ് മരിച്ചു കഴിഞ്ഞാൽ വെള്ളപ്പൊക്കം വന്നെന്നാ. വെള്ളപ്പൊക്കം ആരുടെ കാലത്താ? നോഹയുടെ കാലത്ത്. നോഹയ്ക്ക് എത്ര വയസ്സുള്ളപ്പോഴാണ് വെള്ളപ്പൊക്കം? 500. ഒരു നല്ല കണക്കാണ് 500 എന്നുള്ളത്. 500 വയസ്സുള്ളപ്പോൾ നോഹയ്ക്ക് പിള്ളേര് ജനിക്കുകയായിരുന്നു. വെള്ളപ്പൊക്കം 300. എത്രയാ? അതാ, ഭൂമിയിൽ ജലപ്രളയം ഉണ്ടായപ്പോൾ നോഹയ്ക്ക് 600 വയസ്സ്. 500 വയസ്സിൽ പിള്ളേര് ജനിച്ചെന്ന 5:32 വായിച്ചേ. അപ്പം 500 വയസ്സായപ്പോൾ ഈ പിള്ളേര്
ജനിച്ചു. 600-ാമത്തെ വയസ്സിൽ വെള്ളപ്പൊക്കം. 7-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. ഭൂമിയിൽ ജലപ്രളയം ഉണ്ടായപ്പോൾ നോഹയ്ക്ക് 600 വയസ്സ്. അപ്പോൾ പിള്ളേർ ജനിക്കുന്നത് 500 വയസ്സിൽ, വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് 600 വയസ്സിൽ. ഹാനോക്കിന് 65 വയസ്സായപ്പോൾ മധൂശാലേക്ക് ജനിച്ചു. മധൂശാലേക്ക് എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന ഒരർത്ഥം ഇവന്റെ കാലത്തിന് ശേഷം അത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ മെതൂശലേക്ക് മരിച്ചതിന് ശേഷമേ വെള്ളപ്പൊക്കം ഉണ്ടാകും. ഇങ്ങോട്ട് നോക്ക, ആകെ 5-6 പേരേ ഉള്ളത്. താഴെ കുനിഞ്ഞിരുന്ന ഞാൻ ആരോട് പറയാനാ? സ്തോത്രം. ഹാനോക്കിന് 65 വയസ്സായപ്പോൾ മെതൂശാലേക്ക്. ഇനി മെതൂശാലേഖിന്റെ എത്രാമത്തെ വയസ്സിലാണ് ലാമേക്ക് ജനിക്കുന്നത്? 25-ാം വാക്യം. 187 വയസ്സായപ്പോൾ ലാമേക്കിനെ ജനിപ്പിച്ചു. ഇനി ലാമേക്കിന് എത്ര വയസ്സുള്ളപ്പോഴാണ് നോഹ ജനിക്കുന്നത്? 28. ആ ആ ആ ആ ആ അവൻ നോഹ. അപ്പോൾ ഹാനോക്കിന്റെ മകൻ മധൂശാലേക്ക്, മധൂശാലേഖിന്റെ മകൻ ലാമേക്ക്, ലാമേക്കിന്റെ മകൻ നോഹ. പിന്നെ നിങ്ങൾ കുനിഞ്ഞിരിക്കാതെ തന്നെ നോക്കാം. കൂടെ കൂടെ നിങ്ങൾ. അപ്പം ഞാനിവിടെ കുനിഞ്ഞാലോ? ഇങ്ങോട്ട് ശ്രദ്ധിക്കേ. ആദാം, ശേത്ത്, ഏനോശ്, കേനാൻ, മഹലലേൽ, യാരദ്, മധൂശലേക്ക്, ലാമേക്ക്, നോഹ. അപ്പോൾ ഹാനോക്കിന്റെ മകനാണ് മധൂശലേക്ക്. അങ്ങനെ അങ്ങോട്ട് പഠിക്കാം. ഹാനോക്ക്, മധൂശലേക്ക്, ലാമക്ക്, നോഹ. ഹാനോക്കിന് 65 വയസ്സായപ്പോൾ മധൂശലേക്ക്. വാക്കിന്റെ അർത്ഥം ഉറക്കപ്പറ. സംഭവിച്ചതിന് ശേഷം. അതെ, എത്ര ആയല്ലോ. ഇവന്റെ കാലത്തിന് ശേഷം അത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ വെള്ളപ്പൊക്കം. ആരുടെ കാലത്തിന് ശേഷം? മധൂശലേഖിന്റെ കാലത്തിന് ശേഷം. ഈ വേദപുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ വർഷം ജീവിച്ചിരുന്ന ആള് ഉറക്കെ പറ. മധൂശാലേക്ക് എത്ര വർഷം? നന്നായിട്ട് പറ, ഉറക്കെ പറ. അതെ, അക്ഷരത്തിൽ എഴുതിയത് കൊണ്ടായി തപ്പല്. അക്കത്തിലായിരുന്നേ. അല്ല, അപ്പോൾ ഒരു കാര്യം ചെയ്യണം, അക്കത്തിലോട്ട് അവിടെ എഴുതിയേക്കണം. ഇനിയും നാളെ ഒരു അവസരം വായിപ്പിക്കാൻ പിന്നെയും കിടന്ന് തപ്പരുത്. 969. ഇങ്ങോട്ട് നോക്ക്, പിന്നെയും കുനിഞ്ഞിരിക്കുക. 969. അപ്പൊ ഏറ്റവും കൂടുതൽ വർഷം ഭൂമിയിൽ ജീവിച്ച മനുഷ്യനാണ് മധൂശാലേക്ക്. ഇവൻ ജനിച്ചപ്പോൾ ഹാനോക്ക് പേരിട്ടത് മധൂശലേക്ക് എന്ന് പറഞ്ഞാൽ ഇവന്റെ കാലത്തിന് ശേഷമായിരിക്കും വെള്ളപ്പൊക്കം സംഭവിക്കുന്നത്. അതാ വാക്കിന്റെ ഒരർത്ഥം. വെള്ളപ്പൊക്കം ആരുടെ കാലത്താ? നോഹയുടെ കാലത്ത്. എത്ര വയസ്സുള്ളപ്പം? 600. മധൂശാലേഖിന്റെ ആയുസ് 969. അപ്പോൾ മധൂശാലേഖിന് എത്ര വയസ്സുള്ളപ്പോഴാണ് ലാമക്ക് ജനിക്കുന്നത്? 187. ലാമേക്കിന്റെ എത്രാമത്തെ വയസ്സിലാണ് നോഹ ജനിക്കുന്നത്? 182. 187, 182. പെട്ടെന്ന് കൂട്ട്.
187, 182, 7 2 9, 8 8 16, 6 ചുറ്റ 1 1 1 2 1 3, അപ്പം 369. 369 കൂടെ 600 കൂടെ കൂട്ടിക്കേ, 969. മധൂശലേക്ക് മരിച്ചു, വെള്ളപ്പൊക്കം ആരംഭിച്ചു. കൂട്ടാഞ്ഞിട്ടാന്നോ നിങ്ങൾ എന്നെ കൂട്ടി വെച്ചിരിക്കുകയാന്നോ? സ്തോത്രം. 187, 182, 369. നോഹയുടെ 600 വയസ്സിൽ വെള്ളപ്പൊക്കം. 369 600 969. ഹാനോക്ക് പറഞ്ഞു ഇവൻ മരിച്ചതിന് ശേഷമേ വെള്ളപ്പൊക്കം സംഭവിക്കൂ. വേദപഠിതാക്കൾ പറയുന്നത് മധൂശലേക്ക് മരിച്ചു, പിറ്റേ ആണ്ടിൽ വെള്ളപ്പൊക്കം ആരംഭിച്ചെന്ന്. വേറൊരു യഹൂദ ചരിത്രകാരൻ പറഞ്ഞിരിക്കുന്നത് മധൂശലേക്ക് തലേന്ന് മരിച്ചു, പിറ്റേന്ന് വെള്ളപ്പൊക്കം തുടങ്ങിയെന്ന്. എന്തായാലും കൊള്ളാം, മധൂശലേക്ക് മരിച്ചതിന് ശേഷം ആ വെള്ളപ്പൊക്കം. സ്തോത്രം, സ്തോത്രം. അപ്പൊ ഹാനോക്കിന്റെ ആഗ്രഹം എനിക്ക് എൻ്റെ ദൈവത്തോട് കൂടെ നടക്കണം. നല്ല ആഗ്രഹമാണ്. ഈ ഹാനോക്ക് ദൈവത്തോട് കൂടെ നടക്കാനുള്ളതിൻ്റെ വേറൊരു കാരണം, അതൊരു യഹൂദ കഥയാ. അവർ പറയുന്നത് ഹാനോക്ക് ദൈവത്തോട് കൂടെ നടക്കാനുള്ളതിൻ്റെ വേറൊരു കാരണം ആദാമിൻ്റെ കഥനകഥ കേട്ടെന്ന. ആദാമിൻ്റെ കഥനകഥ. ഈ ആദാം കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരുന്ന് പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. വല്യപ്പനായി മക്കളും മക്കളുടെ മക്കളും ഒക്കെ കണ്ടു. ശേത്തിൻ്റെ തലമുറ, ഏനോശൻ്റെ തലമുറയൊക്കെ ആദാം കണ്ടു. അപ്പോൾ ഈ പിള്ളേരെ എല്ലാം വിളിച്ചിരുത്തി ആദാം പഴയ കാര്യം പറയുമെന്ന. അപ്പം പറഞ്ഞ കൂട്ടത്തിൽ ആദാം പറഞ്ഞ, മക്കളെ നിങ്ങൾ ദൈവത്തോടു കൂടെ നടന്നോണം, ദൈവത്തോട് അകന്നു പോകരുത്, ദൈവവുമായിട്ടുള്ള സംസർഗത്തിൽ ജീവിക്കണം, ദൈവത്തോടു കൂടെ നടക്കുന്നതാണ് വളരെ നല്ലത്, ദൈവത്തോട് മാത്രം അടുത്ത് നടന്നോണം. ഇങ്ങനെയൊക്കെ പിള്ളേർക്ക് ആദാം മടിയിലിരുത്തി കഥ പറഞ്ഞു. അങ്ങനെയൊക്കെ പണ്ട് കാലത്ത് അങ്ങനെ വല്യപ്പൻ്റെയും വല്യമ്മയുടെയും മടി കൊച്ചുങ്ങളിരുന്ന് അവർ പഴയ കഥകളൊക്കെ നല്ല കഥയെ പറഞ്ഞു കൊടുക്കാവുള്ളൂ. കൊച്ചുങ്ങൾക്ക് കുരുക്കൊപ്പിച്ച് കൊടുക്കരുത്. ആണ്ട പേര് നുമ്മാക്കി, അതൊന്നും പിള്ളേരോട് പറയരുത്. ആണ്ടാ ഇട്ടുണ്ണാൻ വരുന്നു, കൊച്ചുങ്ങളോടൊന്നും വാക്യം പറഞ്ഞു കൊടുക്കണം, ബൈബിളിലെ കഥ പറഞ്ഞു കൊടുക്കണം, വേറെ പുസ്തകത്തിൽ നിന്ന് പറഞ്ഞു കൊടുക്കണം. കഴിഞ്ഞ ദിവസം ബിബിൻ്റെ കൊച്ചവിടെ നിന്ന് ഞാൻ പറഞ്ഞു, നീ ഇവിടെ ഇരുന്നോ, അവർ പൊക്കോട്ടെ. ഓ ഞാനിങ്ങും ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുകയല്ല, എന്നെ പ്രേതം പിടിക്കുമെന്ന്. ഊപ്പയാ. അപ്പം ചോദിച്ചു, ആരാടി പറഞ്ഞ പ്രേതം പിടിപ്പിക്കുന്നത്? അത് പപ്പ പറഞ്ഞായിരുന്നെന്ന്. ഉണ്ടോ? എന്നാൽ കൊച്ചുങ്ങൾക്ക് വാക്യം പറഞ്ഞു കൊടുക്കുകയല്ല. മോളെ എന്നാൽ 23-ാം സങ്കീർത്തനം 1-ാം വാക്യം, യഹോവയുടെ അതല്ല പറഞ്ഞത്, നിന്നെ പ്രേതം പിടിക്കുമെന്ന്. എങ്ങനെയുണ്ട്? കൊച്ചു പറഞ്ഞ കാര്യമാണ്, ഞാൻ ഒപ്പിച്ചൊന്നുമല്ല. അപ്പൊ ആദാം ഈ കുഞ്ഞുങ്ങളെ ഇരുത്തി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. നിങ്ങൾ ദൈവത്തോട് കൂടെ നടക്കണം, ദൈവത്തോട് ചേർന്നിരിക്കണം, ദൈവസന്നിധിയിൽ അകന്നു പോകരുത്. ഇങ്ങനെയൊക്കെ ഈ കൊച്ചുങ്ങളോട് പറഞ്ഞു കൊടുത്തപ്പം പിള്ളേർ പല ടൈപ്പല്ലേ, ബിരുദന്മാരും ഉണ്ട്. അതിലൊരുത്തൻ ചോദിച്ചു, അപ്പച്ചൻ ഇങ്ങനെ ഞങ്ങളോട് ദൈവത്തോട് കൂടെ നടക്കണം. അപ്പച്ചൻ നടന്നിട്ടുണ്ടോ? കൊച്ചുങ്ങൾ തിരിച്ച് പ്രതിവചിച്ചു. അപ്പം ആദാം വളരെ ദുഃഖത്തോടെ പറഞ്ഞെന്നാ, എൻ്റെ പൊന്ന് മക്കളെ, അപ്പച്ചനും അമ്മച്ചിയും ദൈവത്തോട് കൂടെ നടന്നതാണ്. അപ്പം ഈ കഥ അങ്ങോട്ട് പറഞ്ഞു. ഞാനും നിങ്ങളുടെ വല്യമ്മച്ചി അവ്വാമ്മ ഞങ്ങൾ ദൈവത്തോടു കൂടെ ആയിരുന്നു. ഏതൻ തോട്ടത്തിൽ മക്കളെ എന്നും വെയിലാറുമ്പോൾ ദൈവം ഇറങ്ങി വരും. ഞാൻ രാവിലെ തോട്ടത്തിലെ ജോലിയെല്ലാം ചെയ്ത് വൈകുന്നേരം വല്യമ്മച്ചി ഞാനും കൂടെ അങ്ങോട്ട് ചെല്ലും. അവിടുന്ന് ഇറങ്ങി വരും, അവിടുത്തെ കാലൊച്ച കേൾക്കും, ഞങ്ങളും ചെല്ലും. എന്തോ ഒരു സുഖകരമായ ജീവിതം. അപ്പൊ പിള്ളേർ ചോദിച്ചു, അപ്പച്ച അന്നേരം
കടിക്കാനൊക്കെ വല്ലതും ഉണ്ടായിരുന്നോ? അപ്പോൾ ആദാം പറഞ്ഞു, എൻ്റെ പൊന്നുമക്കളെ, ഈ കാണുന്ന മരമൊക്കെ കണ്ടോ, ഇഷ്ടംപോലെ ഫലമായിരുന്നു. ഇപ്പോൾ അതിലെ അങ്ങും ഇങ്ങുമൊക്കെ ഓരോന്ന് ഉണ്ട്. എന്നാൽ അന്ന് അങ്ങനല്ല, മുഴുവൻ ഫലമൂലാദികളാണ്. ആപ്പിള്, പൈനാപ്പിള്, ചെറി, ഗൂസ്ബെറി, മൾബെറി, പിന്നെന്തുവാ, സകല ചക്കയും മാങ്ങായും തേന്മാവും അമ്പഴവും എന്ന് വേണ്ട സകല ഫല മൂലാദികളാൽ നിബിഡീകൃതമായ ഏദൻ പറദീസ. ഇഷ്ടം പോലെ. അപ്പൊ ചോദിച്ചാ കുടിക്കാൻ, അയ്യോ, തോട്ടം നനയ്ക്കാൻ നദിയാ. അത് 4 ശാഖയായിട്ടാണ് പിരിഞ്ഞൊഴുകുന്നത്. പീശോനും ഹിദ്ദേക്കലും ഫ്രാത്തുമെല്ലാം അത് നല്ല കളകള ശബ്ദത്തോട് ഇങ്ങനെ ഒഴുകുക. ആ വെള്ളം കുടിച്ചാൽ മതി, അന്നേരം അങ്ങ് നന്നാകും. അപ്പൊ ചോദിച്ചു, ആനയും കരടിയും പുലിയും കടുവായും ഒക്കെ അപ്പച്ചനെ ഉപദ്രവിച്ചോ? എടേ, അതൊന്നും ഒരു യാതൊരു ശല്യവും. ആനയ്ക്ക് പേരിട്ടത് ഞാനാ. കൊച്ചുങ്ങൾക്ക് ജിജ്ഞാസയായി. കണ്ടാ കേൾക്കുന്ന ശബ്ദം കേട്ടോ, പിന്നെ കടുവ അലറുന്നത്. അതൊക്കെ എൻ്റെ ഇടയ്ക്ക് വന്ന് ഞാൻ ഒരു തൂത്ത് വിട്ടേച്ച കടുവ എന്ന് പറഞ്ഞ് അങ്ങോട്ട് പൊക്കോളെന്ന് പറഞ്ഞു. ഒരു ശല്യവുമില്ല. കുറുക്കനും കോഴിയും കൂടെ ഒന്നിച്ച് ഈ മുറ്റത്തൂടെ നടന്നു. സിംഹവും കരടിയും ചെന്നായും പുള്ളിപ്പുലിയെല്ലാം വാല് അടുത്തടുത്ത കസേരയിലായിരുന്നത്. ഒരു പല്ല് കാണിക്കുവോ, ത്രംഷ്ടങ്ങൾ ഇങ്ങനെ കാണിക്കുവോ, ചീറുകോ കീറുകോ ഒന്നുമില്ല. ഞാൻ വിവരിക്കുന്നില്ല. ഈ കാര്യങ്ങളെല്ലാം ആദാം പിള്ളേരെല്ലാം വളരെ ജിജ്ഞാസാഭരിതരായിട്ട് കേട്ടുകൊണ്ടിരിക്കുക. അപ്പം നല്ല അന്തരീക്ഷത്തിലാണ് ഞങ്ങൾ ജീവിച്ചത്. വാശിയില്ല, വൈരാഗ്യമില്ല, വഞ്ചനയില്ല, വാഗ്വാദമില്ല, വിദ്വേഷമില്ല, ഏഷണിയില്ല, ദൂഷണമില്ല, ഒന്നുമില്ല. ദോര സുന്ദരമായൊരു ജീവിതം. പക്ഷേ വഞ്ചകനാകുന്ന പിശാച് പാമ്പിന്റെ രൂപത്തിൽ വന്ന് നിങ്ങളുടെ വല്യമ്മച്ചിയെ വഞ്ചിച്ച് ഞാനും ചതിക്കപ്പെട്ടു, കൽപ്പനാലംഘനത്തിൽ നിന്ന് അകന്ന് കൽപ്പനാലംഘനം ചെയ്ത് വിലക്കപ്പെട്ട കനി ഭുജിച്ച് ആ ദൈവത്തിൻ്റെ തേജസ് ഞങ്ങൾ നഷ്ടമായി. നേരത്തെ വസ്ത്രമൊന്നും വേണ്ട, തേജസ്സ. ഇപ്പൊ എത്ര കട കയറിയിട്ട് തൃപ്തി വരാണ് അവിടുന്ന് എല്ലാം, അല്ലേ? ഇനി തിരുവല്ലായി കയറാൻ കട ഇല്ല. ചങ്ങനാശ്ശേരിയിലെ കട മുഴുവൻ അരിച്ചു പെറുക്കിയ. ചോദിച്ചു, നമുക്ക് എറണാകുളത്തുനിന്ന് പോയാലോ? അവിടെ പോത്തീസ് ഉണ്ടെന്നാ, അങ്ങനെ തോന്നിക്കണ്ട. പോത്തീസ്, പോത്തീസ്. ഇവിടുത്തെ എല്ലാം നിർത്തി, ഇനി അടുത്തത്. എന്നാൽ അന്ന് തേജസ്സിന്റെ വസ്ത്രമാണ്. 5 പൈസ ആ തുണിക്ക് മേടിക്കാൻ കൊടുക്കണ്ട, തയ്യക്കൂലി കൊടുക്കണ്ട. നിങ്ങൾ എന്തെങ്കിലും പറയുന്നുണ്ടേ ഉറക്കെ പറയണം. തുണിയില്ലല്ലോ, പിന്നെ എങ്ങനെ കഴുകുന്നേ? തേജസ്സിന്റെ വസ്ത്രമല്ലേ. സ്തോത്രം. അല്ലലില്ല, AC വേണ്ട, കാരണം വിയർക്ക്